ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് നല്ലോണം പഴുത്തൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ തോലൊക്കെ നന്നായി കറുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് അരച്ച് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സ്വീറ്റ് റെസിപ്പി ഒരു കറുത്തൊരു ഹൽവ പോലെ ഉണ്ടാകുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇതിലേക്ക് പിന്നെ വേണ്ടത് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഇട്ട് ചെറിയൊരു കളർ ചേഞ്ച് ആവുന്ന വരെ ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കളർ ചേഞ്ച് ചെയ്യുന്ന വരെ ഇതുപോലെ നന്നായി വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഫുൾ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നല്ലോണം ഒന്ന് ആ ഒരു കളറാവുന്ന വരെ ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടാൽ അത്ര പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഇല്ല. നല്ലോണം ഫ്ലെയിം കൂട്ടി വെച്ചാൽ പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു കളറ് മാറി തുടങ്ങിയാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സെയിം പാനിൽ തന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് നന്നായി മെൽറ്റായി വന്നാൽ ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ അരച്ച സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലോണം ഒന്ന് കുറച്ച് ടൈം ഒന്ന് നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ കളറും ജസ്റ്റ് ഒന്ന് മാറി വരുന്നവരൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി തുടങ്ങിയ ആ ഒരു ടൈമിൽ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഗോതമ്പത്തിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് നമ്മളിത് നെയ്യ് ചേർക്കുന്നത്. ആദ്യം 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നേരത്തെ ഇട്ടതുപോലെ തന്നെ 2 ടീസ്പൂൺ കൂടെ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് ഇതിൽ ചേർക്കുമ്പോഴാണ് ഇതിൽ കറക്റ്റ് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 10 ടീസ്പൂണിൽ നെയ്യ് എടുത്തിട്ടുണ്ടാവും ടോട്ടലായിട്ട്. ഇത് ഫുള്ളായി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ടീസ്പൂണിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ വേണം നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം നേരത്തെ വെള്ളം ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 പീസ് വെള്ളം, നല്ല കറുത്ത വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അരിപ്പയിൽ തന്നെ അരിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഉരുക്കുന്ന ടൈമിൽ 2 വെള്ളത്തിന് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. 1 ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ടാണ് വെള്ളം നന്നായി ഉരുക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും അതിലേക്കിട്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് വരുന്നവരൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഇളക്കി എടുക്കും തോറും അത് നല്ല തിക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നോളും. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 ടീസ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ടോട്ടൽ 6 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്, അതുപോലെ നല്ല സോഫ്റ്റും ഉണ്ടാവും.
അതിനുശേഷം നല്ലോണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചെയ്യുന്നത് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്ത് നെയ്യ് എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ലാസ്റ്റിൽ ഈ ഒരു ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കൂടെ ഇട്ട് നല്ലോണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിങ്ങിൽ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു സൈഡിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ ഞാൻ കൂടെ ബദാമും കൂടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്ത് നെയ്യിലിട്ടൊന്ന് വാട്ടിയതിന് ശേഷം ഞാൻ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു ടിഫിൻ ബോക്സിലാണ്. അപ്പോൾ അതിൻ്റെ താഴത്തായിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് എല്ലാ സൈഡിലും ഒരേപോലെ ലെവൽ ചെയ്ത് വെക്കുക. അതിനുശേഷം തണുക്കുന്നവരൊന്ന് ഒരു സൈഡിലേക്ക് മൂടി വെച്ചൊന്ന് മാറ്റി വെക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചൂടൊക്കെ നല്ലോണം പോയിട്ടുണ്ടാവും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടുത്തത് പ്ലേറ്റിലേക്ക് മാറ്റുന്നതിന് മുന്നേ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണുമ്പം തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനും, അതുപോലെ കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചും അതുപോലെ ഒരു പഴം വെച്ചും ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.